നമ്മൾ അതിനും ഞാൻ ഇറങ്ങുന്നതിൻ്റെ ഒരു 1 ഇയറിനുള്ളിൽ താൻ വന്നിട്ടില്ല. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഗ്രീൻ ഡ്രസ്സിലുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ പഴയ കിടക്കുന്നത് 2 നമ്മൾ ചെയ്തത്. പ്രീസ്റ്റാ ലാസ്റ്റ്. യെസ്, 4 വർഷമായില്ലേ അത്? 4 കൊല്ലത്തിന് മേലെയല്ലേ? അല്ല അല്ലേ, 2021 ആയിരിക്കും. കണക്കില്ലത്ര കിടില്ല വല്ലാത്തോണ്ട് 2021 ആയിരിക്കും. പരിപാടി തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ. ലൈഫ് സ്മാർട്ട് ആക്കാൻ ടെക്യുണ്ട്. ട്രെൻഡിനൊപ്പം മുന്നേറാം, ടെക്യുവിനൊപ്പം അപ്ഡേറ്റ് ആകാം. നമസ്കാരം നിഖില വിമൽ. നമസ്കാരം. വെൽക്കം ടു ടെക്യു പ്രസൻസ് ദ ആജി മൈക്ക് ഷോ. താങ്ക് യു. എന്തൊക്കെ ചേഞ്ചസ് വന്നു ഈ 4 വർഷത്തിനിടയ്ക്ക് ആക്ട്രസ് നിഖില വിമലിന്? പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ക്യാരക്ടർ വൈസ് കുറെ ചേഞ്ചസ് വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു മനുഷ്യൻ 5 വർഷത്തിൽ മാറും എന്നാണ് പറയുന്നത്. 5 വർഷത്തിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്. ഈ 5 വർഷത്തിൽ ഭരണം മാറുമല്ലേ ചെയ്യുന്നത്? ഭരണം മാറുന്നതുകൊണ്ട് ആൾക്കാർക്ക് ചേഞ്ച് വേണ്ടതുകൊണ്ടാണ്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവണം. നെറ്റിസൺസിന്റെ ഒരു ഫേവറേറ്റ് ആളായിട്ട് എനിക്ക് ഈ കാലത്തിനിടയ്ക്ക് മാറിയതായി ഞാൻ ശ്രദ്ധിച്ചു. അതെ അതെ, 4 വർഷത്തിനിടയ്ക്ക് അതെ ഫേവറേറ്റും ആയി, അതുപോലെ തന്നെ വേണ്ടാത്തതായി. ഇത് ആക്ച്വലി നെറ്റിസൺസ് ഇത്രയും മേ ബി ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കുറേ ആളുകൾ വിമർശിച്ചതൊക്കെ ഈ പറഞ്ഞ റിപ്ലൈകളുടെ പേരിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൻ്റെ പേരിലാണല്ലോ. അപ്പോൾ ബീങ് ആൻ ആക്ടർ, ബീങ് എ പബ്ലിക് ഫിഗർ, അത് ആക്ച്വലി ഒരു പോസിറ്റീവ് ആണോ ഓർ? രണ്ടുമാണ്. ഇപ്പോൾ കുറേ പേർക്ക് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമാണ്, കുറേ പേർക്ക് അത് ജെന്യുവനായിട്ട് ഫീൽ ചെയ്യും, കുറേ പേർക്ക് അത് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അതൊരു തഗ്ഗായിരുന്നു, പിന്നെ തറുതല എന്നുള്ള വേർഷനിലേക്ക് മാറി. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറയുമ്പോഴും ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഒരേ കാര്യമാണ്. അപ്പം ആൾക്കാർക്ക് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ അത് എടുക്കുമെങ്കിൽ അത് നെഗറ്റീവ് ആവും. ഈ പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബാധ്യതയായോ? അതായത് ബാധ്യതയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് ഭയങ്കരമായിട്ട്, അതായത് ചെയ്യുന്ന ഇന്റർവ്യൂസ് അത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില ഇന്റർവ്യൂസിന് നമുക്കൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലിന്റെ സമയത്താണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു ഫൺ ഇന്റർവ്യൂ ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി. സോ നിങ്ങൾ അങ്ങനെ ഫിലിമിന്റെ പ്രൊമോഷൻ ടൈമിൽ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ടോ? ഒബ്വിയസ്ലി PR സൈഡിൽ നിന്നുള്ള പ്ലാനിങ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആ ഗുരുവായൂർ അമ്പലനടയിലെ പ്രൊമോഷൻ കണ്ട പോലത്തെ ഒരു രാജുവേട്ടനെ നിങ്ങൾ പിന്നെ അതിന് മുന്നോ അതിന് ശേഷമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ ബേസിക്കലി അതൊരു ഫൺ ഇന്റർവ്യൂ ആക്കണം, ഫണ്ണാണ്. കാരണം ഇതിനൊക്കെ ഒരു കാരണം ധ്യാൻ ചേട്ടനാണ് ബേസിക്കലി. അപ്പോൾ പുള്ളി വന്നിട്ട് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവിന് യൂസ് വരണമെന്നുണ്ടെങ്കിൽ അത് ഫൺ ആൻഡ് വാച്ചബിൾ ആയിരിക്കണം എന്നുള്ള സ്പേസിൽ, കാരണം അതൊരു കോമഡി സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സ്പേസിൽ തന്നെ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് വരാറുണ്ട്. കൗണ്ടറുകൾ പറയുക, തമാശകൾ ഉണ്ടാക്കുക, തമാശകൾ പറയുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഇന്റർവ്യൂ വന്നേക്കുന്നത്? എന്താണ് അറിയാം. ഇതെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മൂടൊന്നുമില്ല. പെണ്ണ് കേസാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഈ ശരിക്കും ഇങ്ങനെ പറയാമെന്ന് അറിഞ്ഞൂടാ, ഒരാളോട് പെണ്ണ് കേസാണ് എന്ന് പറയുന്ന പോലെ. എന്താണ് പരിപാടി? ഇതിന്റെ പേരാരാണ് ഇട്ടത്? ഡയറക്ടറും റൈറ്ററും കൂടെ ആണ് പേരിട്ടത്. സിനിമ നമ്മുടെ അടുത്ത് വരുമ്പോഴേ സിനിമയുടെ ടൈറ്റിൽ പെണ്ണ് കേസ് എന്ന് തന്നെയായിരുന്നു. അതൊരു വെഡിങ് സ്കാം ആണ്. അതായത് ഒരു വിവാഹ തട്ടിപ്പ്. ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു കല്യാണം കഴിച്ച് പല ആൾക്കാരെ കല്യാണം കഴിച്ച് പറ്റിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ പെണ്ണുമായി ബന്ധപ്പെട്ട കേസുകളാണ് പെണ്ണ് കേസ് എന്ന് പറയുന്നത്. മറ്റേ സീനിലുള്ളത് അല്ല. പേരിടുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റൊരു കൊണോട്ടേഷൻ വരുമോ, അല്ലെങ്കിൽ അത്തരം കറക്റ്റ്നെസ് ഇതൊക്കെ ബീങ് എ ലീഡ് ആക്ടർ ചിന്തിക്കാറുണ്ടോ? ഈ സിനിമയെ സംബന്ധിച്ച് അത് ആക്ച്വലി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഇതിന് വേറൊരു ടൈറ്റിൽ എനിക്ക് അറിയാൻ പാടില്ല. നല്ലൊരു ടൈറ്റിൽ ഇതിന് വേറെ ഉണ്ടാവില്ല. നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഇതിന് മുന്നത്തെ സിനിമ അവിഹിതമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു കാച്ചിങ് ടൈറ്റിലാണല്ലോ. പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ ആൾക്കാർക്കൊരു സ്വാഭാവികമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട്. ആരുടെങ്കിലും ഒരു പെണ്ണ് കേസ് കേട്ടാൽ അതിന് ചുറ്റും 50 പേരുണ്ടാവും എന്താന്ന് കേൾക്കാൻ. ആ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് തന്നെ. കേസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിനെന്തോ പെണ്ണ് കേസ് കൂടുതൽ വരെ ആണുങ്ങൾക്കാണ് അല്ലേ? ടൈറ്റിൽ റോളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീമെയിൽ ലീഡായിട്ട് ഒരു പടത്തിനെ ഷോൾഡർ ചെയ്യുന്ന പരിപാടി വലിയ ബുദ്ധിമുട്ടാണ്. അതെ, ചലഞ്ച് കിട്ടി ചോദിക്കാൻ പറ്റും. വേണ്ടല്ലേ? നല്ല പാടാണല്ലേ? നല്ല പാടാന്ന് പറഞ്ഞാൽ വേറെ ആരും ഇതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹക്കീം ഉണ്ട് അതില്. ഹക്കീം എന്നെ പോലെ തന്നെ ഒരു ഈക്വൽ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഹക്കീം ഇങ്ങനെ ഇതൊരു ഫീമെയിൽ, അപ്പൊ ഞാൻ പറഞ്ഞു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയല്ലേ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഹക്കീം പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ തലയിൽ വെച്ച് ഊരാൻ നോക്കണ്ട, നിനക്കുണ്ട് അതിന്റെ ബാധ്യത. നായക കഥാപാത്രം അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാവുന്ന ആളുകൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള
ആളുകളാണല്ലോ. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന 10-ൽ ഒരു 6 പേരും എനിക്ക് തോന്നുന്നു 6-ൽ കൂടുതൽ പേരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട്. ആൻഡ് അവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആളുകളെ. അപ്പോൾ ഒരു ആക്ടർ ആൻഡ് ആൻ ഇൻഫ്ലുവൻസർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇതിൽ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസിങ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ആയിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ അവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് അവരാണ് ഈ പറയുന്നത് പോലെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഈ പറയുന്നത് പോലെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കാറ്റഗറിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സിനിമ മൂലം അല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്ത ക്യാരക്ടേഴ്സ് മൂലമുള്ള ഇൻഫ്ലുവൻസിങ് ആയിരിക്കും ഒരു ആക്ടർ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം ഒരു ആക്ടറിൻ്റെ ക്യാരക്ടർ നോക്കിയിട്ടിപ്പം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം നോക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് പരിപാടി ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥാപാത്രമാണ് കുറച്ചും കൂടെ ആക്ടേഴ്സിനെ സംബന്ധിച്ച്. കാരണം ആൾക്കാർ കൂടുതൽ കാണുന്ന വേർഷനും അതായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ആൾക്കാർ വളരെ കുറവല്ലേ കാണുന്നുള്ളൂ. പബ്ലിക് സ്പേസിലും നമുക്ക് ആക്ച്വലി വേറൊരു ഫേസും വേറൊരു പരിപാടികളും ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഒരുവിധം എല്ലാ ആക്ടേഴ്സിനും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റൈലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസിങ് ആവുന്നുണ്ടാവും. പക്ഷെ മറ്റവരാണ് ബേസിക്കലി കൂടുതൽ ഈ കാറ്റഗറി വൈസ് ചെയ്യുന്നത് അവർ തന്നെയാണ്. അവരാണ് കൂടുതലായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു സ്പേസിൽ. കൺഫ്യൂഷൻ ഉള്ളത് ഇപ്പം നമ്മളടുത്ത്, അതായത് ആക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. കാരണം ഇപ്പം എല്ലാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണല്ലോ. ബേസിക്കലി എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതൊരു ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്തായതാന്ന് നോക്കുക, അത് തന്നെ ചിലപ്പോൾ അവരത് ചെയ്തു എന്ന് വരും. പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അതായത് ഈ പലപ്പോഴും ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് പ്രോഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം കൊളാബ് പരിപാടികളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സർവീസോ ഓർ ക്വാളിറ്റി ഓർ സംതിങ് ബാക്ക് ഫെയർ ചെയ്താലും ഒരു ആക്ടർ ക്രൂശിക്കപ്പെടുന്ന അത്രയും ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സിന്റെ മൾട്ടിപ്പിൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഒരു എൻഡോഴ്സ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ഞാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കറി പൗഡറിന്റെ ബ്രാൻഡ് അംബാസഡർ ഞാനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് ഈ കറി പൗഡറിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ അറിയണ്ടാവില്ല. അറിയാവുന്ന ഫേസ് എൻ്റെയാണ്, അപ്പോൾ എന്നെ ആയിരിക്കും കൂടുതൽ ഈ പറയുന്ന പോലെ ക്രൂസിഫൈ ചെയ്യുക. മറ്റേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി പൗഡർ ഒരു 50 പേർക്ക് കൊടുക്കുമല്ലോ ഇവര്. ഈ 50 പേരും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നല്. പക്ഷെ എന്നാലും കുറേ പേരൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ചിലത് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കാര്യങ്ങൾ ഇവരെ പ്രസന്റ് ചെയ്യുന്നതിൽ ക്രൂശിക്കപ്പെടുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയും സംഭവിക്കാറുണ്ട്, അവർക്കും ഉണ്ടും. ക്രൂസിഫൈ ചെയ്യപ്പെടുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു റീസെന്റ് പല ബ്രാൻഡുകളും എൻഡോഴ്സ് ചെയ്ത വളരെ വലിയ സ്റ്റാർഡം ഉള്ള ആക്ടേഴ്സിനൊക്കെ ലീഗൽ ആക്ഷൻസ് വരെ നേരിടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് സേഫ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളടുത്ത് വരുന്ന പ്രൊഡക്ട്സിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും നമ്മൾ അതിന്റെ ഒരു ലീഗൽ അഡ്വൈസ് എടുക്കണം. ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്യാറ് ഭയങ്കര കുറവാണ്. ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നത്. കറി പൗഡർ ഒന്നും കറി വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇല്ല, കറി പൗഡർ നമുക്ക് ഒബ്വിയസ്ലി കറി വെച്ച് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഓർഗാനിക് പ്രോഡക്ട്സ് അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഈ പ്രോഡക്റ്റ് നല്ലതാണോ? ഞാൻ ചെയ്യാറില്ല. ഞാൻ വളരെ കുറവാണ് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ ചെയ്തിട്ടുള്ളത്. മേ ബി ഒരു 5 years ബിഫോർ ഡിജിറ്റലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടിക്ടോക്ക് ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ സിനിമയുടെ ഓഡിഷനൊക്കെ എത്തുമ്പോൾ ടിക്ടോക്ക് വീഡിയോസ് അയക്കരുത് എന്നൊക്കെ പറയുന്ന ഓഡിഷന്റെ താഴെ ഡിസ്ക്ലൈമേഴ്സ് കണ്ടിട്ടുണ്ട്. ഇന്ന് ഡിജിറ്റലി പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ട്സ് യുവർ ടേക്ക്? എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെല്ലാം സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആണെന്നാണ് ഞാൻ മനസ്സിലായി. ഇപ്പൊ നമ്മുടെ പെണ്ണേഴ്സിൽ തന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ന് പറയുന്നത് സെൽഫായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം അവരപ്പോൾ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. മറ്റേത് നിങ്ങൾ ഡബ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു വേർഷൻ ആണല്ലോ ടിക്ടോക്കിൽ വരുന്നത്. പിന്നെ വേറൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ആക്ച്വലി നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ബേസിക്കലി അതും ഒരു വലിയ റീസൺ ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ 1 million ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ 1 million ഫോളോവേഴ്സും സിനിമ കാണുമോ എന്ന് പറയുന്ന ഒരു കാര്യം അതില്ല. പക്ഷേ കണ്ടന്റിന് റീച്ച് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ച് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടല്ലോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. അപ്പം നമുക്കൊരു സിനിമ കാണാൻ എല്ലാവരും തിയേറ്ററിൽ എത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് ആൾക്കാരെ അറിയിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിന് ആക്ച്വലി ഈ റീച്ച് നല്ല രീതിയിൽ സഹായിക്കും. സോ ഈ ഒരു സിനാരിയോയിൽ
കമ്മിങ് ടു നിഖില വിമൽ, മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ട് സ്വന്തമായിട്ട്. ഇതിൽ വരുന്ന ലൈക്സൊക്കെ സന്തോഷവും കമൻസ് ഒക്കെ ഇടയ്ക്ക് സങ്കടകരവും ഒക്കെ ആവാറുണ്ടോ? അത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എഫക്ട് ചെയ്യും. പിന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും എന്ന് പറയുന്നതാണ്. നമ്മൾ കുറേ ഒന്നും നമ്മൾ അങ്ങനെ ബോദർ ചെയ്യില്ല. കാരണം ചിലതൊന്നും നമ്മൾ നോക്കുക തന്നെ ഇല്ല. ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കമൻസോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും നോക്കാൻ പോകില്ല. പൊതുവേ പറയും നോക്കരുത് എന്ന് പറയും. ടാഗ് ചെയ്ത് വരുന്ന കണ്ടന്റുകളൊക്കെ നമ്മൾ ഒബ്വിയസ്ലി കാണുമല്ലോ. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ഇവരെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കും. കാരണം നമ്മൾ അവരോടൊന്നും ചെയ്തിട്ടില്ല. ഞാനിരുന്ന് സംസാരിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിലായിരിക്കും. അപ്പോൾ എനിക്ക് ഡെഫിനറ്റായിട്ടും ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള എൻ്റെ ഫുൾ വേർഷൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് മാത്രമേ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേർഷനായിരിക്കും പറയുന്നത്. അതിനകത്തുനിന്നും വളരെ ചെറിയ ഒരു ടാഗ് ലൈൻ ഇട്ടിട്ടായിരിക്കും ഇത് മീഡിയ പ്രസന്റ് ചെയ്യും വിത്ത് തംബ്നെയിൽ. ആ തംബ്നെയിലിൽ വരുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്നത് ഒരു സെന്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് അതിന്റെ മുമ്പിൽ എന്ത് നടക്കുന്നു പുറകിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അവർക്ക് ട്രിഗർ ആവും. ബേസിക്കലി അതാണ് ഇവരുടെ ഒരു വ്യൂവർഷിപ്പ്, അല്ലെങ്കിൽ അതാണ് ഇവരുടെ ഒരു റീച്ച്. അതിനകത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ മീഡിയ പേജുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം അവരാരോ നമുക്കറിയില്ല. അവർക്കൊരു അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ട്രാക്ഷൻ, അവരുടെ കണ്ടന്റിൻ്റെ റീച്ച്, അവരുടെ ഒരു പോസ്റ്റിന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കൊക്കെ മോണിറ്റൈസ് ചെയ്തതോടുകൂടി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇടുക. അപ്പം ആ കണ്ടന്റിൽ നിന്നൊരു റീച്ച് ഉണ്ടാവുക, അതിനകത്തൊരു ലൈക്സ് വരിക, അതിനകത്ത് കമൻസ് വരിക. അതാണ് എന്നൊക്കെ പറയുന്നതാണ് ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നത് പ്രോപ്പർ മീഡിയ പേജുകളോടാണ്. നമ്മുടെ സോ കോൾഡ് ഇവിടുത്തെ പ്രൊമിനൻറ്റ് ന്യൂസ് ചാനൽ പേജുകളോ അങ്ങനത്തെ കാര്യങ്ങൾ അവർ ആക്ച്വലി കോമ്പീറ്റ് ചെയ്യുന്നത് ഇവരോടാണെന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. മനസ്സിലായി. സോ കമ്മിങ് ബാക്ക് ടു പെണ്ണുകേസ്, ഇതിലെ കഥാപാത്രങ്ങൾ പല കഥാപാത്രങ്ങളായി പല ജീവിതങ്ങളായി പലയിടത്ത് ജീവിക്കുന്ന ആളാണല്ലോ. എത്ര കഥാപാത്രങ്ങളുണ്ട്? എന്താണ് ഓരോരുത്തരുടെ പേരുകൾ? കുറേ പേരുകളുണ്ട്. 13 കല്യാണം ഇതിൽ കഴിച്ചിട്ടുണ്ട്. അതായത് 13 പെണ്ണുങ്ങളായി ഈ കഥാപാത്രം ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് എന്നല്ല. പക്ഷെ നമ്മൾ ഓരോ കല്യാണ സെറ്റപ്പിന് വേണ്ടി റെഡിയാവുന്ന ഒരു 13 കല്യാണത്തിനോളം ഞാൻ റെഡി ആയിട്ടുണ്ട്. അതായത് 13 ജ്വല്ലറി, 13 കല്യാണ സാരി, കേരളത്തിലെ കല്യാണം, തമിഴ്നാട്ടിലെ കല്യാണം, കർണാടകയിലെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് പാൻ ഇന്ത്യൻ ഫ്രോഡാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഈ ആണ് നടത്തുന്ന തട്ടിപ്പും പെണ്ണ് നടത്തുന്ന തട്ടിപ്പും ഒരേ കണ്ണിലാണോ സമൂഹം എടുക്കുന്നത്, കാണുന്നത്? അല്ല, ആണുങ്ങൾ നടത്തുന്ന തട്ടിപ്പ് വളരെ കോമൺ ആയിട്ടുള്ള ഞാൻ ഈ ഇടയ്ക്ക് പറയായിരുന്നു, മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിലെ ദിലീപേട്ടന്റെ കള്ളന്റെ ക്യാരക്ടർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഒരു കള്ളനെ നമുക്ക് ഇഷ്ടാവോ? ഇല്ല. നമ്മുടെ നാട്ടിലൊരു കള്ളനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളുടെ കുടുംബവും എപ്പോഴും കള്ളനും കള്ളന്റെ ഭാര്യയും കള്ളന്റെ മോളും കള്ളന്റെ മോനും ഒക്കെ തന്നെയായിരിക്കും. അത് അവരെ വിട്ടു പോവില്ല. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് പുള്ളിനെ നമ്മൾ സ്നേഹിക്കുന്നു, പുള്ളിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവുന്നു, ചേക്കിലെ കള്ളനാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അത് ഭയങ്കര കൺവിൻസിങ് ആണല്ലോ. എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്, അതിപ്പോ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇത് കൺവിൻസ് ചെയ്യിക്കാൻ ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പൊതുവെ നെഗറ്റീവ് ഇമേജ് ഉള്ള സ്ത്രീകളോട് ഭയങ്കര പ്രശ്നമുണ്ടല്ലോ. ആണുങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. ആണിന് ദേഷ്യമാവാം, ആണിന് എന്തും പറയാം എന്നൊക്കെ പറയുമല്ലോ. ഈ കൺവിൻസിങ് ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ സിനിമ എൻഡ് ഓഫ് ദി ഡേ മേക്ക് ബിലീഫ് ആണല്ലോ, വിശ്വസിപ്പിക്കുകയാണല്ലോ. നിങ്ങൾ സിനിമാ താരങ്ങളെ ഒരു മേ ബി ഒരു 10 years ബാക്കിലോട്ട് എടുത്താൽ സിനിമാ താരങ്ങളെ തിയേറ്ററിൽ അല്ലെങ്കിൽ സിനിമയിൽ മാത്രമാണ് കണ്ടിരുന്നത്. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ 5 സിനിമ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ ഒരു ദിവസം 5 റീൽ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ തിയേറ്ററിൽ പോകുന്നുണ്ടാവും, നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവും. ഇങ്ങനെ ഫേസ് ഈ മൊബൈലിൽ ഭയങ്കരമായി കാണപ്പെടുന്നത് ഒരു കഥാപാത്രമായി വിശ്വസിപ്പിക്കാൻ ഭയങ്കര പാടുവരുമോ? കാരണം എനിക്കൊന്ന് പണ്ടുള്ള ആൾക്കാർക്ക് ഒരു മീഡിയ സ്പേസോ കാര്യങ്ങളോ ഉണ്ടായി. പണ്ട് നമ്മളെവിടെ വല്ല സിനിമ വരികയിലോ നാനയിലോ ഒക്കെ കാണുന്നു, അവർ അതിനകത്ത് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ആൾക്കാരെ കാണുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ചുറ്റിലും മൊബൈലുണ്ട്, നമ്മൾ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടാവും, നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടാത്ത. ആത്മാർത്ഥമായിട്ട് പറയൂ, ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ആ യു ഗൈസ് കംഫർട്ടബിൾ ഈ പുറത്തേക്ക് ഇറങ്ങി 8-10 ക്യാമറ? അല്ല, അതെന്റെ മുഖത്ത് എപ്പോഴും വരികയും ചെയ്യും. പക്ഷെ ഞാൻ ഒട്ടുമല്ല. പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. എനിക്കങ്ങനെ ആവാൻ പറ്റും. ഞാൻ പലതവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര അത്രയും ക്യാമറ എൻ്റെ ഫേസിലേക്ക് വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പബ്ലിക് സ്പേസിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്ത് ശീലമുള്ള ഒരാളും അല്ല ഞാൻ.
അപ്പോൾ എനിക്കത് ഇപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്ക് അവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ നമ്മൾ ക്യാമറ വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു കണ്ടന്റ് ആയിട്ട് മാറുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതിനെതിരെ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഐ മീൻ എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴെങ്കിലും നിങ്ങളൊരു ആക്ടർ ടു ആക്ടർ കോൺവെർസേഷനിലോ ഒരു ആക്ടർ ടു നമുക്ക് ആകെ ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് സൈബർ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കംപ്ലൈന്റ് കൊടുക്കും? അതാ എത്ര കൊടുക്കും? അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത് ഇവർ വളരെയധികം ആ സ്പേസ് നന്നായി യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ നോക്കി നമ്മളാരും അത് ചെയ്യില്ല. നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? മൈക്കിന് ഇതൊക്കെ ചെയ്യാനുള്ളൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ. മൈക്കിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം മൈക്ക് മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. മൈക്കിന് പരിചയമുള്ള എഡിറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. മൈക്കിനെല്ലാം ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കും അതുപോലെ ഒരാളെ ഡിഫെയിം ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും ഈ പറയുന്ന മീഡിയ സ്പേസ് ഉപയോഗിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ശരിയല്ലാന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. ശരിയല്ലാത്തൊരു കാര്യം ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്കത് പൈസ തരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്പേസിൽ വേറൊരാളുടെ മൂക്കിൻ്റെ അറ്റം വരെയാണ് നിങ്ങളുടെ സ്പേസ്. ആ സ്പേസ് അല്ലല്ലോ നിങ്ങൾ ഉപയോഗിക്കണേ. നിങ്ങൾ ഒരാളുടെ തലയുടെ പുറകെ വരെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ്. അവർക്കതില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ. ഇത്തരം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് PR മൂലം ചെയ്യുന്ന ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ നേരിട്ടാരും പരിചയമില്ല. ശരിക്കും അങ്ങനെ ആളുകൾ ചെയ്യുമെന്ന് എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ സ്പേസ് ഒരു വലിയ ടൂളാണെന്നുള്ളത് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഒരു സ്കൂട്ടറെ കയറി പോയി കണ്ട കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു അവാർഡ് നൈറ്റിന് നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള വെഹിക്കിള് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. താൻ ഒരാളുടെ സ്കൂട്ടറിൽ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്കൂട്ടർ കയറിയ അങ്കമാലിയിൽ നിന്ന് കൊച്ചിക്ക് പോകുന്നു. കോൺഷ്യസ് അല്ലേ? ലൈക്ക് ഇത്രയും അറിയപ്പെടുന്ന മുഖം തിരിച്ചറിയുന്ന ഒരു ആക്ട്രസ് ആണ്. ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഒത്തിരി സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. അപ്പം എനിക്ക് കുറേ നേരം കുറേ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും നമ്മുടെ സ്പേസിലേക്ക് എത്തിപ്പെടണം എന്ന് പറയുന്ന തോന്നലുണ്ട്. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ മുങ്ങാറുണ്ട് അങ്ങനത്തെ സ്പേസുകളിൽ നിന്ന്. ആ മുങ്ങുന്ന രീതിയാണ് ഇപ്പോൾ എങ്ങനെ മുങ്ങാൻ പറ്റും? അങ്ങനെ മുങ്ങും. മനസ്സിലായോ? എനിക്ക് രക്ഷപ്പെടലാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല. അന്നേരം ഈ പറഞ്ഞ പോലെ മൊബൈൽ ക്യാമറകൾ ഒരുപാടുള്ള കാലമാണ്. റോഡിൽ ആരെങ്കിലും ഇത് ഷൂട്ട് ചെയ്താൽ എന്തുണ്ടാവും? പണ്ട് എൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. പണ്ടാട്ടോ, അതായത് ഞാൻ തമിഴിലൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഊബർ പിടിക്കാൻ നടന്നു പോയി. ആരോ വീഡിയോ എടുത്തിട്ട് എന്തൊരു സിമ്പിളാണ് നീലാവിമൽ ലിബർ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഊബർ മുറ്റത്ത് വന്ന് നിൽക്കുമോ? അവിടെ വരെ പോയാലല്ലേ കിട്ടുള്ളൂ. തമിഴ്നാട്ടിലായിരുന്നോ? ആ, തമിഴ്നാട്ടിലെ. കേരളത്തിൽ ഊബർ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. മിന്നാനും കൂടെ ഉപയോഗിച്ചു. ആരെങ്കിലും വണ്ടി തടഞ്ഞോ? ഇല്ല. ഊബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്കറിയാവുന്ന ഒരുവിധ ആക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഈ ഊബറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുറെ പ്രശ്നങ്ങൾ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് നമുക്ക് ഏതാണ് ലാഭം എന്ന് തോന്നുന്നതാണല്ലോ നമ്മൾ യൂഷ്വലി ചെയ്യാം. ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടണം, ഇത് ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും എന്നുള്ള സ്പേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതല്ലേ ഓപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയി വേറൊരു സ്ഥലത്ത് പോയി ഒരു വണ്ടി പിടിക്കാൻ അപ്പം നമ്മൾ ആലോചിക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് അത് ആക്സസിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ അവരത് കുറച്ച് ഈ പറയുന്ന പോലെ ഒരു ആപ്പ് ത്രൂ ആയതുകൊണ്ട് അവർ കുറേ ഈ പറയുന്ന പോലെ ഓഫേഴ്സും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാരത് എപ്പോഴും ലാഭമാണല്ലോ പ്രിഫർ ചെയ്യുക. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അതെ. അപ്പം അതുകൊണ്ട് ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ ചോദിക്കുമ്പം ഇപ്പം നമ്മൾ അറിയാതെ ചിലപ്പോൾ വേറെ ഓട്ടോ ഒക്കെ പിടിച്ചെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും ഇവിടുന്ന് ഇവിടം വരെ പോകാൻ ഇത്ര പൈസ എന്നൊക്കെ നമ്മൾ നിരക്കിന്റെ പേരിൽ മീറ്റർ ഇടാത്തതിന്റെ പേരിലൊക്കെ റോഡിൽ തർക്കിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഇപ്പോഴും ബാർഗൈൻ ചെയ്യാണ്ട് നമുക്കൊരു ഓട്ടോയിൽ കയറാൻ പറ്റില്ല. കാരണം അവർ തോന്നിയ റേറ്റ് ആണ് പറയാ. ഇപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ 500 രൂപയൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും ഇവിടുന്ന് അങ്ങനെ വളഞ്ഞു പോകണം, അവിടെ നിന്ന് ഇങ്ങനെ പോകണമെന്ന് പറയും. നമ്മൾ ഊബർ ബുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു റേറ്റ് കുറയ്ക്കും. അപ്പം അങ്ങനെ അവരോട് ഇരുന്ന് ബാർഗൈൻ ചെയ്ത് ഇത്ര രൂപ തരാം, വരാൻ പറ്റുമെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബാർഗൈൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. റീ റിലീസുകൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള 2 പടം. എനിക്കോ? കല്യാണരാമൻ. ബോയിങ് ഈ പട്ടണപ്രവേശം അതൊന്നും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഹ്യൂമർ ബേസ്ഡ് പടങ്ങളൊക്കെ തിയേറ്ററിൽ വീണ്ടും വന്നാൽ കാണാൻ ഇഷ്ടമാണ്. അതാണല്ലോ ആൾക്കാർക്കും കാണാൻ ഇഷ്ടമുണ്ടാവും. ഇതുപോലെ കാണാൻ ഇഷ്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആഴ്ച നമ്മൾ ഒരാളെ കാണുമെന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച ആഗ്രഹിച്ച ഒരാഴ്ചയായിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സി. ഈ ആഴ്ചയായിരുന്നു അത്. അതെ. ഈ വാർത്തകളും കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ മെസ്സി വരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ അങ്ങനെ ഒരു ഫുട്ബോൾ ഫാൻ അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ആലോചിച്ചിരുന്നു പുള്ളി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നു. വരുന്നത് ഒരു ചെറിയ ആളല്ലല്ലോ. അതെ. പിന്നെ
വരില്ല എന്ന് പറയുന്നു. പിന്നെ ചിലപ്പം സർക്കാർ സമ്മതിച്ചാൽ വരും, സഹായിച്ചാൽ വരും എന്നൊക്കെ മൂപ്പര് എന്നിട്ട് മിഞ്ഞാന്ന് പറയണ ഞാൻ കേട്ടു. അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. വരുമായിരിക്കും അല്ലേ? മെസ്സി നാളെ വരികയാണെങ്കിൽ ഇതുപോലൊരു മുഖാമുഖ സംഭാഷണത്തിന് അവസരം കിട്ടുവാണെങ്കിൽ കേരളത്തിലേക്ക് ഇറങ്ങുന്ന മെസ്സിക്ക് നിഖില വിമൽ കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? മനോരമ പറയുന്ന പോലെ മെസ്സിക്ക് ഇഷ്ടം ദോശ എന്നൊക്കെ പറഞ്ഞു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നല്ല ഫുഡ് കഴിക്കാൻ പറയായിരിക്കും. അല്ലാണ്ട് ഞാൻ വേറെ എന്ത് പറയാൻ ഇപ്പം മെസ്സിയുടെ അടുത്ത് നന്നായി കളിക്കണം ഇപ്പം മെസ്സിയോട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നന്നായിട്ട് നോക്കിയാൽ കളിക്കണം കേട്ടോ. ഓക്കെ, സോ ജോലി സമയത്തിനപ്പുറം ബോസ് ഫോം വിളിച്ചാൽ എടുക്കണ്ട റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന ബില്ല് കേരളം അവതരിപ്പിച്ചു. ഒരു ആക്ടർക്ക് റൈറ്റ് ടു ഡിസ്കണക്ട് ആപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ ആവുമോ? ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് സിനിമയുടെ സമയത്ത് എന്നുള്ളതല്ല, അല്ലാത്ത സമയങ്ങളിൽ ചില കോൾസുകൾ ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചില കോൾസ് ചില സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കാറുണ്ട്. പിന്നെ അതൊരു മോശം സ്വഭാവമാണ്. പക്ഷെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും ഞാൻ. അപ്പൊ പിന്നെ അതായത് കൂടുതൽ എടുക്കാതിരിക്കും. എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കും. പക്ഷേ എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് ഡെഫിനറ്റായിട്ട് അറിയാം അവരുടെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാളെ വിളിക്കുന്നത് ഒരു പ്രോപ്പർ വേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് AI കാലത്താണ് ജീവിക്കുന്നത്. ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ അവരുടെ AI ഫേസ് പേറ്റന്റ് അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിന് പേറ്റന്റ്, AI അവതാർ പേറ്റന്റുകളൊക്കെ എടുത്തു തുടങ്ങി. മലയാള സിനിമയിലും നാളെ ഒരു പക്ഷേ വരുമായിരിക്കുമോ ഈ പേറ്റന്റ്, അല്ലെങ്കിൽ നിഖില വിമലിന്റെ സ്വന്തം ഫേസിന്? ഡെഫിനറ്റ് ആയിട്ടും വേണം എന്നുള്ളതാണ്. അതിപ്പോൾ സിനിമയിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ വരുന്നിടത്തും എന്തോരം ഇമേജസാണ് വരുന്നത്. ശരിക്കും റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ പെർമിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങളുടെ മുഖം യൂസ് ചെയ്യാൻ റൈറ്റ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ ഇവരുണ്ടാക്കി വിടുന്നത് തന്നെ കുറേ കുറയുമല്ലോ. എത്ര ആൾക്കാരുടെ എന്തോരം നമുക്കറിയും. ഇപ്പം നവ്യ ചേച്ചിയൊക്കെ ഈ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അനുപമ ഈ അടുത്തൊരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരുടെയും ഇമേജസ് ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി വിടുക, അതിനകത്തുനിന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഈ പറയുന്നത് ഇപ്പം എനിക്ക് തന്നെ എത്രയോ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ തന്നെ ഈ പറയുന്ന പോലെ AI ഫോട്ടോസ് ഇമേജസ് ഉണ്ടാക്കിയിട്ട് ഡീപ് ഫേക്ക് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അയച്ചെന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെയും തൻ്റെയും ഒരു വീഡിയോ ആണ് വരുന്നതെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും എനിക്കും തനിക്കും പരിചയമുണ്ടല്ലോ, അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട് എന്ന് വിചാരിക്കും, ഇല്ലേ? സ്വാഭാവികമായിട്ടും വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടുണ്ടാവില്ല. നമുക്കിത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? മനസ്സിലായി. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ചിലത് നമുക്ക് അറിയാം ഒറിജിനൽ ആണ് എന്നുള്ളത്, ചിലത് എന്താ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്പേസാണ് നമുക്ക് ആകെ നിലവിലുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പേറ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസിന് നമുക്കാണ് പേറ്റന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ കുറേയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു റെസ്ട്രിക്ഷൻ വരില്ലേ? ഓക്കെ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ബീങ് എ വുമൺ ഈ ഡീപ് ഫേക്കുകളൊക്കെ കാണുമ്പോൾ പേടി തോന്നാറുണ്ടോ? ഒരുപക്ഷെ എന്റേത് നാളെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സിനിമയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യവും ഇതാണ്. പക്ഷെ വേറൊരാളുടെ കാര്യത്തിലും നമ്മൾ അത് തെറ്റാണ്, അത് ഒറിജിനൽ ആയിരിക്കില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടാണ്. കാരണം എല്ലാം ഒറിജിനൽ ആയിരിക്കണം എന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ്. നിഖിലയുടെ ഒരു മീം കണ്ടതാണ്, അതായത് കേരള തമിഴ്നാട് കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് ഒരു നാടൻ പെൺകുട്ടിയായി പ്ലേസ് ചെയ്താൽ കറക്റ്റ് കാസ്റ്റിംഗ് ആണ്, കറക്റ്റ് ക്യാരക്ടറാണ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ആക്ടർക്ക് അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? എപ്പോഴെങ്കിലും ആഗ്രഹം അർബൻ റോൾസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അർബൻ റോൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഈ പറയുന്നല്ലോ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ജനറലി ഞാൻ അത്രയും അഷ്പുഷ് അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ആക്ടർക്ക് വേണമെങ്കിൽ ആവാം. ആ സ്പേസിൽ എനിക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്പേസിൽ എനിക്ക് ഓക്കെ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു ചേഞ്ച് വേണ്ടേ, മറ്റേ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ ചെയ്യുന്ന തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്ത സമയത്തോളത്തോളം ഞാൻ സേഫാണ്.
ഓക്കെ മറ്റേതിന് ഇപ്പൊ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് എല്ലാവരും മറ്റേ സൈഡ് ടൈറ്റ് കോമ്പറ്റീഷൻ ഇത് സേഫാ ഇത് സേഫാ. ഞാൻ എന്തിനാ അതിലേക്ക് ചാടി ഇതും കൂടി ഇല്ലാതാക്കണം. ഇതെനിക്ക് സേഫാണ്, ഇതെനിക്ക് ഒരു 5 വർഷം കൂടെ ചിലപ്പോൾ ഓടാൻ പറ്റും. ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും കോമഡി, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെർഫോമൻസിനുള്ള സ്പേസ് ഉള്ള ഏത് തരം ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ളതുണ്ട്. അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിൽ അങ്ങനെ ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമില്ല. ഇല്ല. ഓക്കെ, സോ നിഖില വിമൽ, we are moving to the most hot rapid fire round of the show. നമ്മുടെ ആ പരിപാടികളുടെ പേര് ഷൂട്ട് അറ്റ് സൈറ്റ് എന്നാണ് പണ്ട് മുതലേ. Are you ready? ആദ്യമായി ഷോ ഫീഡ് അങ്ങോട്ട് കാണിക്കാൻ പോകണം. അതായത് ഐ എം ഗോണ ഗിവ് യു certain headlines from social media. 2 ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ഓക്കെ, ദമ്പതികൾ ആഡംബര വിവാഹം റദ്ദാക്കി പകരം രജിസ്റ്റർ വിവാഹം ചെയ്ത് വിവാഹ തുക ഉപയോഗിച്ച് അവർ ഒരുമിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ചു. ഇങ്ങനൊരു ഹെഡ്ലൈൻ കണ്ട വിൽ യു ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ലൈക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ പ്രത്യേകിച്ച് സിനിമാക്കാർക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോയിങ്, ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ലൈക്ക്. അത് ചെയ്യാം. നിങ്ങൾക്ക് അവരെ പിന്നെ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കാണാൻ താല്പര്യമില്ല, അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? അൺഫോളോ ചെയ്തിട്ടുണ്ടോ ഒരാളെ? അൺഫോളോ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, സോ AI ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനം വരുന്നു. ലൈക്ക്. പ്രായപൂർത്തിയായവർക്ക് അഡൽട്ട് കണ്ടന്റ് നൽകാൻ ഒരുങ്ങി ChatGPT, ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരടുത്ത് കൊടുക്കുന്നത് പോലെ ആണെങ്കിൽ ലൈക്ക്, അങ്ങനെ അല്ലെങ്കിൽ ഡിസ്ലൈക്ക്. പ്രായപൂർത്തിയായവർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് കറക്റ്റാണോ അതാണോ എന്നൊന്നും അറിയണമെന്നില്ലല്ലോ. നവംബറിൽ വന്നില്ലെങ്കിലും അടുത്ത വിൻഡോയിൽ മെസ്സി കേരളത്തിലെത്തും, ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മുടെ നാടിനൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലൈക്ക്. ഓക്കെ, നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂസ് പെണ്ണ് കേസാണല്ലോ. സോ ഞാനിനി കുറച്ച് കേസുകൾ അങ്ങോട്ട് തുറന്നു വെക്കാൻ പോകണം. യു ആർ ദ ജഡ്ജിങ് അതോറിറ്റി. You have 2 options, either case closed or case is still open. The case of pay disparity in cinema, is it closed or is it still open? Still open. Okay. The case of social media trolling against women, still open. The case of moral policing, still open. The case of no coolie, still open. Okay. The case of fake feminism, still open. The case of women being told to adjust, still open. In cinema, is it still open? Still open. ഒരു 5 കൊല്ലത്തിനേക്കാളി അല്ലെങ്കിൽ ഒരു 3, 4, 5 വർഷത്തെ മുന്നത്തേക്കാളി ബെറ്റർ ആയിട്ടുണ്ടോ സിനിമയിൽ? അത് ഒരുപാട് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ IC ഉണ്ട്, WCC വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞ IC ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റുകൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അവയർനെസ് ഭയങ്കര കുറവാണ്. അപ്പം എല്ലാ സ്പേസസിലും എല്ലാവർക്കും അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അതിൻ്റെ അവയർനെസ്സും കൂടെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയല്ല നമുക്ക് സിനിമ ഓപ്പർച്യൂണിറ്റീസ് വരിക. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, കുറേ ആൾക്കാർ പൈസ ചോദിച്ചിട്ട് ഈ കാസ്റ്റിംഗ് ത്രൂ പൈസ ചോദിച്ചിട്ടുള്ള പരിപാടികളും ഉണ്ട്. നിങ്ങൾ അത്രയും ഡെസ്പെറേറ്റ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതങ്ങനെ ആ സമയത്ത് നിങ്ങൾ അതിൽ പോയി പെട്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സിനിമയിൽ വരാനുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സിനിമയിൽ വരുന്നതാണ് എൻ്റെ ഒരു. ഇപ്പം എനിക്ക് സിനിമയിൽ വരാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് സിനിമയിലാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതാണ് പ്രൊഫഷൻ എന്ന് ഉറപ്പിച്ചോ? അല്ലാതെ വേറെ എന്ത് ചെയ്യണോ? അന്നിപ്പോ പഠിക്കാൻ പോയിരുന്നെങ്കിൽ പഠിച്ചോന്നെങ്കിലും പറയുന്നത്. ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനായി മാറി എന്നുള്ളത് ഉണ്ട്. The case of female actors losing offers after marriage, still open. The case of men using feminist as a dating label, still open എന്ന് തന്നെയല്ലേ പറയണ്ടേ? അതെ. The case of fans judging women for their wardrobe, case closed or is it still open? ആ കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയല്ലേ പറയുന്നത്. അതായത് അത് ഇപ്പോഴും ഉണ്ട്. ഓപ്പൺ. The case of people calling women's success just luck, still open. പെണ്ണുങ്ങൾക്കെല്ലാം എളുപ്പമല്ലേ, പെണ്ണുങ്ങൾക്ക് ഭാഗ്യമല്ലേ എന്ന് പറയുന്ന ലൈൻ. പെണ്ണുങ്ങൾക്കെല്ലാം എളുപ്പമല്ലേ എന്ന് പറയുന്നതിന് വേറൊരു ടോണും കൂടെ ഉണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് നിങ്ങൾക്കെല്ലാം എളുപ്പമാണ് ബിക്കോസ് നിങ്ങൾ പെണ്ണാണ്, നിങ്ങൾക്ക് പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്ന് സിനിമയിലുള്ള ആൾക്കാർ തന്നെ പറയും. നമ്മൾ അടുത്തൊരു ക്വിക്ക് റൗണ്ടിലേക്ക് പെട്ടെന്ന് കിടക്കുകയാണ്. യു ഹാവ് 2 ഓപ്ഷൻസ് ആൻഡ് യു ഹാവ് ടു ടേക്ക് 1 ഫ്രം ദാറ്റ്. ഓക്കെ, ദിസ് റൗണ്ട് ഈസ് കോൾഡ് ടേക്ക് 1. ഓക്കെ, എന്റെ ഉത്തരങ്ങൾ തഗ് ആയതിന്റെ കാരണം എന്റെ സ്വഭാവ രീതി, ഇങ്ങോട്ട് വന്ന ചോദ്യങ്ങളുടെ രീതി? രണ്ടും പെർസെന്റേജ് കൂടുതൽ ഇതായിരിക്കും. സ്വഭാവം കൊണ്ടാണോ വന്ന ചോദ്യങ്ങൾ കാരണമായിരിക്കുമോ? ചോദ്യങ്ങൾക്കാണ് ഞാൻ യൂഷ്വലി മറുപടി കൊടുക്കുന്നത്. വെറുതെ വീട്ടിലിരുന്നിട്ട് തഗ് പറയേണ്ട കാര്യം ഇല്ലല്ലോ. ഓക്കെ, സോ ടേക്ക് 1, അറ്റൻഷൻ ഓർ അനോണിമിറ്റി? അനോണിമിറ്റി. ഓക്കെ, ChatGPT ഓർ ഗൂഗിൾ ജെമിനി? രണ്ടുമില്ല.
രണ്ടുമില്ല. ഇല്ല, എനിക്ക് മെറ്റ വാട്സാപ്പിൽ മറ്റേ എളുപ്പമായോണ്ട് വാട്സാപ്പിൽ ഇങ്ങോട്ട് വന്നോണ്ട് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മെറ്റ എയോട് ചോദിച്ചിട്ടുള്ളത് ഗ്രാമർ ചെക്ക്, സ്പെൽ ചെക്ക്, ഫാക്ട് ചെക്ക്. ഗ്രാമർ ചെക്ക് ഈസ മാസമൊക്കെ ചോദിക്കാറുണ്ടല്ലേ? എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, സോ സ്റ്റീവ് ജോബ്സ് ഓർ ഇലോൺ മസ്ക്, whom do you wish to follow? അറിയില്ല, ഞാൻ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഷൂട്ട് തുടങ്ങുന്ന ഡേറ്റ്സ്, സിനിമ റിലീസ് ആവുന്ന ഡേറ്റ്സ്. ഷൂട്ട് തുടങ്ങുന്ന ഡേറ്റ്സ് ആണ് ഇപ്പൊ ചോദിച്ചാൽ. അങ്ങനെയല്ല, അതെനിക്ക് പ്രീ പ്ലാൻ ചെയ്യണം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ കൂടുതൽ ടെൻഷൻ ഷൂട്ട് തുടങ്ങുന്ന ഡേറ്റ്സ്, സിനിമ റിലീസ് ആവുന്ന ഡേറ്റ്സ്. രണ്ടും ടെൻഷനാണ്. കൂടുതൽ സന്തോഷം ബുക്ക് മൈ ഷോയിൽ ചുമന്ന് റെഡ് കത്തി ടിക്കറ്റ് എല്ലാം ഫില്ലായി കിടക്കുന്നത്, ഓർ OTT ട്രെൻഡിംഗ് ലിസ്റ്റിൽ എൻ്റെ സിനിമ 1-ലോ 2-ലോ നിൽക്കുന്നത്? തിയേറ്ററിൽ ആൾക്കാർ കാണുന്നത്. തിയേറ്ററിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് നല്ലത്, ബിക്കോസ് തിയേറ്ററിൽ ആൾക്കാർ കണ്ടാൽ മാത്രമേ OTT വാങ്ങുള്ളൂ. 2030 ഉണ്ടായി വരാൻ സാധ്യതയുള്ള ഒരു ജോബ്, AI ആക്ടേഴ്സ് ഓർ ഡിജിറ്റൽ ഡീറ്റോക്സ് തെറാപ്പിസ്റ്റ്? ഡിജിറ്റൽ ഡീറ്റോക്സ് തെറാപ്പിസ്റ്റ്. ഉറപ്പാണല്ലേ? നല്ലൊരു ജോലി അത്. നൗ വി ആർ മൂവിംഗ് ടു അനദർ റൗണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, 2026 ഉറപ്പായും കണ്ടിരിക്കേണ്ട ടോപ്പ് 10 ട്രെൻഡിങ് സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ കൊച്ചി ഉണ്ട്. ഉറപ്പായും കണ്ടിരിക്കണം, അല്ല 2026 തന്നെ നിഖിലേക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കണം എന്ന് തോന്നുന്ന 2 സ്പോട്ട് ഏതൊക്കെയാണ്? ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ആരായാലും കണ്ടിരിക്കണമെന്ന് നിഖിലേക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഞാൻ എല്ലാവരോടും പറയും കണ്ണൂർ വന്ന് തെയ്യം കാണണം എന്ന് പറയും, എല്ലാവരും കാണണം എന്നുള്ളത്. പക്ഷേ അത് നമ്മളൊരു കൾച്ചറിന്റെ ഭാഗമാണ്, നമ്മളത് ഭയങ്കര ഡിവൈൻ ആയിട്ടൊക്കെ തെയ്യക്കാലം കൂടിയാണ്. തെയ്യക്കാലാണ്. നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അതിന് ഭയങ്കര ഡിവൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആണത്. നിങ്ങൾക്ക് മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ അവിടെ തന്നെ ഇപ്പോഴും ഇപ്പോൾ റീസെന്റ് ഇങ്ങനെ എൻ്റെ ചേച്ചി തെയ്യത്തിലായിരുന്നു റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തെയ്യക്കാരൊക്കെ ഇങ്ങനെ പറയാം, അതായത് ഇപ്പം ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തെയ്യം സാധനങ്ങൾ കുറേ ട്രെൻഡിങ് ആയപ്പം എല്ലാവരും ഇതാണെന്ന് അറിയാതെ കുറേ ആൾക്കാരെ അങ്ങോട്ട് വരും, എന്നിട്ട് ഇങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ഞാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പറയുകയാണ്, കാരണം അതൊരു നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര ഡിവൈൻ ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു സ്പേസ് ആണത്. അപ്പം നമ്മളതിനെ വന്ന് മറ്റേ നിങ്ങൾക്കൊരു പബ്ലിക് സ്പേസ് പോലെ ഗാനമേളയല്ല, അപ്പം അതിനെ കുറച്ചുകൂടെ ഒരു ഡിഗ്നിറ്റിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഉണ്ട്. അങ്ങനെ വന്ന് നിങ്ങൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ തെയ്യവുമായി കണക്ട് ചെയ്തും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഫിൽ ദിസ് അപ്പ്. തെയ്യത്തിന് ക്യാമറകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഈ ഒരു തെയ്യക്കാലം മുതൽ. തെയ്യത്തിന് ക്യാമറ നിരോധിച്ചതുപോലെ കേരളത്തിൽ ക്യാമറ നിരോധിക്കേണ്ട 2 സ്ഥലങ്ങൾ ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ഫസ്റ്റ് ഷോ എന്നൊക്കെ പോകുന്ന സമയത്ത് എടപ്പള്ളി വനിതാ വിനീത അങ്ങനത്തെ സ്പേസസ്, പ്രൈവറ്റ് ഇവന്റുകൾ. അൽബേനിയയിൽ അഴിമതി തടയാൻ ലോകത്തിൽ ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ചു. സിനിമയിൽ AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലി പറയും. ഡാഷ്. കാസ്റ്റിംഗ് അത് പ്രോപ്പർ ആക്കാൻ പറ്റുമായിരിക്കില്ലേ? ഈ കാസ്റ്റിംഗ് കൗച്ച് പ്രശ്നങ്ങളില്ലാതെ കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. സിമ്പിൾ പരിപാടിയാണ്, ജസ്റ്റ് യെസ് ഓർ നോ. ഓക്കെ, ഐ ഹാവ് ChatGPT ഇൻ മൈ ഫോൺ, യെസ് ഓർ നോ? ഇല്ല, മെറ്റ AI only. Okay, I'm not comfortable being in front of paparazzi cameras, yes or no? I'm not comfortable. Yes. Okay, ചില റീൽസ് കാണുമ്പോൾ തോന്നാറുണ്ട്, പുല്ല് പഴയ നോക്കിയയുടെ കീപാഡ് ഫോൺ മതിയായിരുന്നു, ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. ഓക്കെ, ലൈക്ക് ഇൻ ദുബായിലും ചൈനയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പോലെ ലോകത്തെ എല്ലായിടത്തും ഇത്തരം എൻഡോഴ്സ്മെന്റുകൾക്ക്, പരിപാടികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തണം, യെസ് ഓർ നോ? പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി വരണം, യെസ് ഓർ നോ? പെണ്ണ് കേസ് സിനിമ കാണാൻ പോകുന്ന ആണുങ്ങളോട് നിഖിലവിമൽ എന്താ പറയാനുള്ളത്? നിങ്ങളും നിങ്ങൾക്ക് ചുറ്റിലും ഉള്ള ആൾക്കാർ പലതരത്തിലുള്ള സ്കാമുകൾ നിലവിലുണ്ട്, അതിലൊരു സ്കാമാണിത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. അല്ലാണ്ട് ഈ സിനിമ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാറ്റേണിലുള്ള സിനിമയല്ല. ഓക്കെ, സോ നിഖില വിമൽ, വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ് ദി ഷോ. ബാക്കി ഒരു ഇന്റർവ്യൂ റെഡ് ലൈറ്റും ഒക്കെ കത്തുന്ന ഒരു പരിപാടി നിർത്തിയോ? അതൊക്കെ വരും. യു ഹാവ് an opportunity to shoot back 3 questions. ഞാൻ ഇത്ര ചോദ്യം അങ്ങോട്ട് ചോദിച്ചില്ല, നിഖില വിമൽ തിരിച്ച് 3 ചോദ്യം ചോദിക്കാം, എന്ത് ചോദിക്കാം? റെഡി, സെറ്റ്. മറന്നുപോയില്ലേ? അത് ഞാൻ മറന്നുപോയിരുന്നു. എന്തുകൊണ്ടാണ് RJ മൈക്ക് ഷോ? സ്വന്തം പേര് ഷോ തുടങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഒന്ന് എന്തൊക്കെയോ പുതുതായിട്ടൂടെ ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിപാടിയിലാവുമ്പോൾ അതിന് പോസിബിലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആങ്കറാണ് RJ മൈക്ക്? എത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്നൊരു മീറ്റർ അളക്കാൻ എനിക്കറിയത്തില്ല, പക്ഷേ
ഒരു 2-3 വർഷം മുമ്പേ ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇന്നുണ്ട്. 2 കൊല്ലത്തിനേക്കാളും മുന്നേ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിപ്പോ. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ AI-യുടെ കടന്നുവരവിനെ കുറിച്ച് ആർച്ചി മൈക്കിൻ്റെ അഭിപ്രായം പറയൂ. മറ്റേ തിരിഞ്ഞോടിയിട്ട് കാര്യമില്ല, നെഞ്ചും പിരിച്ച് ഫേസ് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തി അതിനെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പണി ചേട്ടൻ കളയും. ഇതാണ് AI നെ പറ്റി എനിക്ക് മനസ്സിലായ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അത് ഡീപ്പായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇത് തന്നെയാണ് കാര്യം. പിന്നെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നിഖില വിമൽ ഫോർ കമ്മിങ് ടു അവർ ഷോ. നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനുണ്ട് നിഖിലേക്ക് ഫ്രം അവർ ടൈറ്റിൽ പ്രസൻറ്റർ ടെക് യു. താങ്ക് യു. എഴുന്നേറ്റൊന്നും വാങ്ങണമായിരുന്നു. എഴുന്നേറ്റ് ഇന്ന് ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകുന്നു ക്യാമറമാൻ പറഞ്ഞു. ഓക്കെ, സോ പെണ്ണ് കേസിലെ പെണ്ണിന് എല്ലാവിധ ആശംസകളും. നന്ദി, വീണ്ടും വരിക. താങ്ക് യു.